ഓം ക്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര നരതനി രൂപ ഛട ഛട പ്രചട പ്രചട. അവനെ ഞാൻ കൊല്ലണോ? എന്നെ വിട്! എന്നെ പോക വിട്! ഞാൻ അവനെ കൊല്ലണോ? വിട്! ആരാണ്? சொல்ல மாட்டேன். ആരാണ് നീ? சொல்ல மாட்டேன். പറയില്ലേ? சொல்ல மாட்டேன். ഇരിക്ക. ആ കളത്തിലിരിക്കാൻ. ഇരിക്കവിടെ. നീ എന്തിനു വന്നു? കൊല്ലതൊക്കെ. ആരെ? അവനെ കൊല്ലതൊക്കെ. എനിക്ക് ദുർഗാഷ്ടമി. അവനെ കൊന്ന് അവൻ രക്തത്തെ ഞാൻ കുടിക്കണോ? അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം സത്യം സത്യം. കൊണ്ടുവാ അവനെ. இன்னைக்கு துர்காஷ்டமி. உன்னை கொல்ல போறேன். ஒரு ரத்தத்தை குடிக்க போறேன். யாத்தத்தை தீர்த்துக்க போறேன். விடுங்க என்ன, அவனை கொல்லணும். கொல்ல விடுங்க.
ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റെതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ, യു ആർ ഗംഗ, നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. റിലാക്സ്. Tell me, who are you? പറയൂ, നീ ആരാണ്? ഐ എം ഗംഗ. മുഴുവനും പറയൂ. ഗംഗ നകുലൻ. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്, വളരെ വളരെ സന്തോഷവതിയാണ്. ഇസ്റ്റേറ്റ് യെസ്. ഗംഗ പൂർണ്ണമായും രോഗവിമുക്തയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്കപ്പ്, വേക്കപ്പ്, വേക്കപ്പ്. Come on. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? ഗംഗയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു, രസകരമായൊരു രോഗം. അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു. ഒരിക്കലും ഒരിക്കലും ഗംഗയ്ക്ക് ഇനി അതുണ്ടാവില്ല. അതിന് ഞാനാണ് ഉറപ്പ്. എനിക്കറിയാം. എനിക്ക് സണ്ണി വിശ്വാസമാണ്. താങ്ക് യു സണ്ണി. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 2 പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞു തരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്. വേണമെന്നില്ല സണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി. നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് പിടിച്ചോടാ. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ 2 പേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. എന്താ ഭ്രാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മച്ചേ ഏട്ടാ, എല്ലാരും കൊണ്ട് എങ്ങോട്ടാ? സണ്ണി, എനിക്കിനി എത്രയും വേഗം എന്റെ നകുലേട്ടന്റെ മാത്രമായിട്ട് മാറണം. നകുലേട്ടൻ അത് പൂർണ്ണ ബോധ്യമാവണം. അതിന് കൽക്കട്ട എന്നെയാ നല്ലത്. ഇപ്പൊ തന്നെ പുറപ്പെടുക. വെരി ഗുഡ്. ഞാൻ വരാം, ഞാനിപ്പോ വരാം. വേഗം വന്നേക്കണം കേട്ടോ. ചന്തു, ഇതും കൂടെ. കാർന്നൂരിനി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക? കളിയാക്കൊന്നും വേണ്ട. തമിഴത്തെ പൂട്ടിയിട്ടുള്ളൂ. കാരണം ഇവരിവിടെയൊക്കെ കറങ്ങി കിടപ്പുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്കാനൊന്നുമില്ല. ഇനി ഈ കാർന്നൂർ ഇവിടെ സ്ഥിരതാമസാക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കിണ്ടി കാട്ടുപറമ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ? ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. നാക്കിട്ട് ഓ ഇതായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ ആയിരുന്നു കുഴപ്പം. ഇവിടുന്ന് ഒരു കിളി പറന്നു പോയത് പോലെ. അതാ പറഞ്ഞ്
ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പോ എനിക്കിനി കുളിക്കാലോ? കുളിക്കാം. അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. ഓ, പോട്ടെ. ആ. ശരി, വരട്ടെ. അയ്യോ വേണ്ട, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം. ഇറങ്ങട്ടെ. ഒന്ന് നിർത്തിക്കേ. അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത്. പിന്നെ ഉം. ഏ